എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എന്താണ് സാർ എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്ക് നോക്കാം നോ കോണ്ടാക്റ്റ് അവസ്ഥയിലിരിക്കുന്ന വ്യക്തികളുടെ ഒരു കറണ്ട് ഫീലിങ്സ് എന്താണെന്ന് നോക്കാം. നമുക്കൊരു കാർഡ്സ് എടുത്ത് വെക്കാം. തീർച്ചയായിട്ടും ഒരു 3 കാർഡ്സ് ആദ്യം വെക്കാം. എന്താണ് നോ കോണ്ടാക്റ്റ് അവസ്ഥയിലുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഈ ഒരു സമയത്തെ ഫീലിങ്സ് എന്ന് നോക്കാം. ആദ്യമെന്ന് പറഞ്ഞൊരു സൈലൻസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നത്. എന്താണ് സൈലൻസ് കാർഡ് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. അതായത് മൗനം എന്ന് പറഞ്ഞൊരു കാർഡാണ് സൈലൻസ് എന്ന് പറഞ്ഞാൽ. അറിയാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതൊരു നോ കോണ്ടാക്റ്റിൽ വളരെ പ്രാധാന്യമുള്ളൊരു കാർഡ് തന്നെയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാർഡാണ് തീർച്ചയായിട്ടും. ഇത് ബാഹ്യമായ മൗനത്തേക്കാൾ ഉപരിയായി ആന്തരികമായ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളുമായി സംസാരിക്കാത്തതിലുള്ള ദേഷ്യമോ ഖേദമോ ഒന്നും അവർ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നില്ല. അതായത് അവരവരുടെ ഫീലിങ്സൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്നാണ് കാണുന്നത്. പകരം അവർ സ്വന്തം ആത്മാവിനുള്ളിലേക്ക് തിരിയുകയും ഈ നിശബ്ദതയിലൂടെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതൊരു പക്ഷേ സമാധാനപരമായ ഒരു മൗനമായിരിക്കാം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മാറ്റത്തിന് മുന്നോടിയായുള്ള നിശബ്ദതയുമാകാം. ഇപ്പോൾ അവർ കൂടുതൽ ചിന്തയിലേക്ക് കടക്കുന്നതായിട്ടാണ് കാണുന്നത്. ഡീപ്പ് തിങ്കിങ്, ഒരു ഡൈവേർജൻ്റ് തിങ്കിങ്, ഒരു കാര്യത്തിൻ്റെ പല വശങ്ങളെക്കുറിച്ചും ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന വ്യക്തികളാണ് തീർച്ചയായിട്ടും. ഇപ്പോൾ അവരെ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, അതിലൂടെ കടന്നു പോകുന്ന വ്യക്തികളായിട്ടാണ് തോന്നുന്നത്. ഒരു ആത്മപരിശോധന, അവർ തന്നെ അവർ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവർ ഏകാഗ്രമായിട്ടൊക്കെ ഇരിക്കാനാണ് ഈ ഒരു സമയത്ത് ആഗ്രഹിക്കുന്നത്. അടുത്ത കാർഡ് എന്താണെന്ന് നോക്കാം. ഒരു റിബൽ എന്ന് പറഞ്ഞൊരു കാർഡാണ്. എന്താണ് റിബൽ കാർഡ് നിങ്ങളോട് പറയുന്നത് നോക്കാം. അതായത് ഇവിടെ ഒരു വൈരുദ്ധ്യം പ്രകടമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശത്ത് ഒറ്റപ്പെടൽ അനുഭവപ്പെടുമ്പോൾ മറുവശത്തവർ റിബൽ കാർഡിൻ്റെ സ്വാധീനത്തിലായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഇപ്പോൾ സ്വന്തം സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വത്തിനും മുൻഗണന നൽകുന്നതായിട്ടാണ്. മറ്റുള്ളവരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് ജീവിക്കാനോ ബന്ധത്തിലെ പഴയ ശീലങ്ങളിലേക്ക് മടങ്ങാനോ അവർ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവർക്ക് സ്വന്തം വഴി കണ്ടെത്താനുള്ള ഒരു അവസരമായിട്ട് അവർ കാണുന്നു. അവർ കൂടുതലായിട്ട് ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവരുടെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞതായിട്ടാണ് കാണുന്നത്. കൂടുതലും അവരുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ താൻ ശരിയാണെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങളിൽ അവർ ഉറച്ചു നിൽക്കുന്നു. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥ ഉണ്ടാകാൻ കാരണം നിങ്ങളാണ്, അവരല്ല. നിങ്ങളുടെ എന്തോ ഒരു ഇടപെടൽ മൂലമാണ് ഈ ഒരു സിറ്റുവേഷൻ ഒരു നോ കോണ്ടാക്റ്റ് ആയത്. നിങ്ങളുമായിട്ടൊരു പിരിയേണ്ട ഒരു അവസ്ഥ വന്നെന്നാണ് അവർ ചിന്തിക്കുന്നത്. അവരിപ്പോഴും താനാണ് ശരിയെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. ഒരു ഔട്ട്സൈഡർ എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണ് ഔട്ട്സൈഡർ കാർഡ് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. അതായത് ഈ ഒരു കാർഡ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ വലിയൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് തീർച്ചയായിട്ടും. അതായത് അവരൊരു വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളും ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി ഇപ്പോൾ ഒരു വലിയ ഒറ്റപ്പെടൽ അനുഭവപ്പെടുന്നുണ്ട്. ഈ നോ കോണ്ടാക്റ്റ് കാരണം അവർ നിങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ടും അവർ ഈ ബന്ധത്തിന് പുറത്താണെന്ന് അവർ കരുതുന്നു. മനസ്സിലായില്ലേ? അതായത് അവർ പുറമേ അകന്നു നിൽക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവർ ചിന്തിക്കുന്നത് അവർ മനസ്സുകൊണ്ടും പുറത്താണ്. അതുപോലെ നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഒരു ഔട്ട്സൈഡറാണ്, എല്ലാം കൊണ്ടും പുറത്താണ്. ഞാൻ ഇനി ഒരു ബന്ധത്തിനൊരു ഹോപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു പ്രതീക്ഷയൊന്നും അവരങ്ങനെ കൊടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള ധൈര്യമോ അല്ലെങ്കിൽ അർഹതയോ ഇല്ലെന്ന് അവർ വിശ്വസിക്കുന്നു. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അവർ സ്വയം ഒരു അന്യനെ പോലെ കാണുകയും നിങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ലെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. അതാണ് പറയുന്നത്, അവർ തീർച്ചയായിട്ടും ഒരു അന്യനായ ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സമയത്ത് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാണ് ഡിവൈൻ ഈ ഒരു സമയത്ത് പറയുന്നത്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ ഡീപ്പായിട്ട് നിങ്ങളുടെ ബന്ധത്തെപ്പറ്റിയൊക്കെ നിങ്ങളെപ്പറ്റിയൊക്കെ ഓർക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്.
പക്ഷെ നിങ്ങളിലേക്ക് വരാനൊന്നും അവർ ഈ ഒരു സമയത്ത് താല്പര്യപ്പെടുന്നില്ല. അവരെ കൂടുതൽ മനസ്സിലാക്കാനാണ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അവർക്ക് അവരെ കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ എന്താണ് അവർക്കൊന്നും കൂടെ ഒരു സ്പിരിച്വൽ റീബർത്ത് ഒക്കെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് ഈ ഒരു സമയത്ത് വന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ്സ് എടുത്തു. ഇനി നമുക്കൊരു കാർഡ്സും കൂടി എടുക്കാം. എന്താണ് ഈ ഒരു സമയത്ത് ഡിവൈൻ പറയുന്നത് നോക്കാം. നിങ്ങളുടെ അടുത്ത് എന്താണ് ഈ ഒരു സമയത്ത് ഡിവൈൻ പറയുന്നത് നോക്കാം. നമുക്ക് കുറച്ച് കാർഡ്സ് എടുത്ത് വെക്കാം. ഇത് ഷഫിൾ ചെയ്തൊന്നും എടുത്ത് വെച്ചതാണ് കാർഡ്. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് നോക്കാം. ന്യൂ വിഷൻ എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂ വിഷൻ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഴയ ചിന്തകളൊക്കെ വെടിഞ്ഞ് സത്യത്തെ നേരിടാനൊക്കെ തയ്യാറാകുന്നുണ്ട്. ഒരു പരിമിതികളിൽ നിന്നുള്ള മോചനത്തെ സൂചിപ്പിക്കുന്ന കാർഡാണ്. അതായത് അവർ ഈ ഒരു ബന്ധത്തെപ്പറ്റി ആഴത്തിൽ മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ബന്ധത്തിൽ എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റ് വന്നതെന്നൊക്കെ അവർ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. 4 ദിശകളിലേക്കുമുള്ള കാഴ്ചയെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി ഒരു ആത്മീയപരമായ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ആന്തരിക വെളിച്ചം വന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പൂർണ്ണത വന്നു ചേർന്നതായിട്ട് കാണുന്നുണ്ട്. ആ വ്യക്തിക്ക് ഒരു മാറ്റത്തിന് തയ്യാറായിട്ട് എടുക്കുകയാണ്. തീർച്ചയായിട്ടും മാറ്റം എന്ന് പറഞ്ഞാൽ കൂടുതൽ അവരെന്താണ് ആത്മീയതയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള യാത്രയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ്. പുതിയൊരു മനുഷ്യനായി മാറാനുള്ളൊരു സമയത്തെയാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഒരു പൂർണ്ണത ആ വ്യക്തിക്ക് വരുന്നുണ്ട്. ഒരു ആത്മീയ വളർച്ചയൊക്കെ സൂചിപ്പിക്കുന്ന കാർഡാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു കാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ഒരു മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുമായിട്ട് പഴയ മുൻകാല അനുഭവങ്ങളൊക്കെ അവരൊന്ന് വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്നും അവർ തയ്യാറെടുത്തതായിട്ട് കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവരെല്ലാം പരിശോധിക്കുന്നുണ്ട്. ആ വ്യക്തി ഒരു സ്പിരിച്വൽ ജേർണിയിലാണെന്നാണ് മനസ്സിലാവുന്നത് കേട്ടോ. ഫൈറ്റിംഗ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. ഒരു യുദ്ധം കാർഡാണ് തീർച്ചയായിട്ടും ഫൈറ്റിങ്. ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ നടക്കുന്ന വലിയൊരു സംഘർഷത്തെയാണ്. അതായത് അവർ ഒരുപാട് വിഷമിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. പുറമേക്ക് ശാന്തനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ അവർ നിങ്ങളുമായും ഈ സാഹചര്യങ്ങളുമായും ഒരുപക്ഷെ സ്വന്തം വികാരങ്ങളുമായി പോരാടുകയാണ്. അതായത് അവരൊരു മനുഷ്യനല്ലേ, അപ്പം തീർച്ചയായിട്ടും അവർക്ക് വിഷമമുണ്ട്. ഈ ഒരു നോ കോണ്ടാക്റ്റ് അവസ്ഥയിൽ അവർ വിഷമിക്കുന്നൊക്കെയുണ്ട്. അതുപോലെ തന്നെ അവരെന്താണ് ഇങ്ങനെ ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നു, ഞാൻ എന്തു ചെയ്യണം, തിരികെ വരണോ, അങ്ങനെ അവർ പല ക്വസ്റ്റ്യൻസ് അവരുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെയൊരു ചോദ്യങ്ങൾ അവരെ അലട്ടുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ദ റിബൽ എന്ന നിലയിലുള്ള അവരുടെ തീരുമാനവും ദ ഔട്ട്സൈഡർ എന്ന നിലയിലുള്ള ഒറ്റപ്പെടലും തമ്മിൽ ഒരു വലിയ യുദ്ധം അവരുടെ മനസ്സിൽ നടക്കുന്നു. നമ്മൾ നേരത്തെ ഒരു കാർഡ് വന്നു, ദ റിബൽ കാർഡും വന്നു. തീർച്ചയായിട്ടും ഔട്ട്സൈഡർ എന്ന് പറഞ്ഞ ഒരു കാർഡ് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അവരുടെ ഒറ്റപ്പെടലിനെ സൂചിപ്പിക്കുന്നതാണ്. റിബൽ എന്ന കാർഡ് എന്താണ്? അവരുടെ തീരുമാനത്തെയാണ്. അപ്പോൾ അവർ തീരുമാനം എടുക്കണോ വേണ്ടയോ എന്നുള്ളൊരു യുദ്ധത്തിലാണ്. തീർച്ചയായിട്ടും അവരുടെ മനസ്സുമായിട്ടൊരു യുദ്ധം നടത്തുന്നതായിട്ടാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് വരുന്നത്. ഇനി ഒരു കാർഡും കൂടിയുണ്ട്. ഒരു കാർഡ് എന്താണ്? മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. തീർച്ചയായിട്ടും ലാസ്റ്റ് വന്നൊരു കാർഡ് മൊമെൻറ്റ് ടു മൊമെൻറ്റ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. എന്താണ് ഈ ഒരു കാർഡ് അർത്ഥമാക്കുന്നത് നോക്കാം. അവർ നിങ്ങളുമായിട്ട് ചെലവഴിച്ച ഓരോ നിമിഷവും എന്താണ് അവർ വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും അവർ വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഒരു ഗൈഡൻസ് ആണ്. നിങ്ങളുമായിട്ട് ചെലവഴിച്ച ഓരോ നിമിഷവും ഒരു വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അവർ ഇപ്പോൾ എല്ലാം നിമിഷം മുതൽ നിമിഷം വരെ എന്ന രീതിയിലാണ് കാണുന്നത്. നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ അവർ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി ആലോചിക്കാതെ ഓരോ ദിവസം അപ്പോൾ ഈ ഒരു സമയത്ത് അവർ നിങ്ങളുമായിട്ട് ചെലവഴിച്ച് ഓരോ നിമിഷവും വിലയിരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുമായിട്ട് സംസാരിക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ ഭാവിയെക്കുറിച്ചോ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോ അമിതമായി അവർ ചിന്തിക്കാതെ ഓരോ ദിവസം വരുന്നത് പോലെ നേരിടാനാണ് അവർ ശ്രമിക്കുന്നത്. ചിലപ്പോൾ ഈ ഒരു നോ കോണ്ടാക്റ്റ് അവർക്ക് താൽക്കാലികമായ ഒരു സമാധാനം നൽകുന്നുണ്ടാവാം. വലിയ ആസൂത്രണങ്ങളൊന്നുമില്ലാതെ നിലവിലെ സാഹചര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അവർ ഈ ഒരു സമയത്ത് താല്പര്യപ്പെടുന്നത്. അതായത് എന്തും വരട്ടെ എന്നൊരു ഒഴുക്കിനൊപ്പം നീന്തുക എന്ന് പറയത്തില്ലേ, അതാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ചുരുക്കത്തിൽ എന്താണ് ഈ ഒരു സമയത്ത് പറയുന്നത് നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ഇപ്പോൾ എന്താണ് നമുക്ക് ഈ 3 കാർഡുകളും ഈ നേരത്തെ എടുത്ത 6 കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്
നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തി ഇപ്പോൾ വളരെ സങ്കീർണമായ ഒരു വൈകാരിക അവസ്ഥയിലാണ്. അവർ ഈ നോ കോണ്ടാക്ട് സമയത്ത് സ്വന്തം സ്വാതന്ത്ര്യം ആസ്വദിക്കാനും നിശബ്ദതയിലൂടെ സ്വയം വെളിച്ചം കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയൊരു ഒറ്റപ്പെടൽ സംഘർഷവും അവർ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരിപ്പോൾ ഒരു ആത്മീയതയുടെ പാതയിലാണെന്ന് കാണുന്നുണ്ട്. അവർ ഓരോ കാര്യത്തെപ്പറ്റി അതിൻ്റെ എല്ലാ വശങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അവർ ഓരോ നിമിഷവും വരുന്നത് പോലെ നേരിടാനാണ് ഇപ്പോൾ താല്പര്യപ്പെടുന്നത് എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ റീഡിംഗ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈ ഒരു റീഡിംഗ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഗുരുവായൂരപ്പ. നന്ദി.